So, we will discuss storage classes. Okay. So, variables declare variables in actually two properties, two characterize. One is the data type. Okay, data type. We type integer, character, floating point, floating point array. Variable name is type. Type specify one characteristic. Storage class specify. Okay. Storage class specify. Ini storage class discuss. Okay. Data type variable type information store data type example integer store floating point variable store character store. Okay, storage classes variable scope and lifetime. Okay, scope and lifetime scope program in variable visible visible access scope. Okay, variable accessible visible scope. Lifetime variable declare created ini adu eppadana dispose cheyapadunathu allengil aa variable ne eppadana nashipikkapadunathu adu garbage like povuna allengil adinte memory heap like povunnathu ennulla aanu lifetime ennu parayunnathu release cheyna memory release cheyna eppadana adinte oru period of time aanu lifetime ennu parayunnathu variable starting adinte ending adu lifetime. Okay, these two things storage class. So, 4 different storage class specifications are one automatic, 2 external, 3 static, 4 register. Okay, automatic in the keyword auto, external in the keyword extern, static in the keyword static, register in the keyword register. These keywords use create. Okay. 4 keywords. C 4 keywords are 4 keywords storage class define. Okay. Storage class identify establish. One adinte location. നമ്മൾ എവിടെയാണ് ഈ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കേ, എവിടെയാണ് ഈ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത് എന്നുള്ളത് ശരിക്കും ആ സ്റ്റോറേജ് ക്ലാസ് ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 2 അല്ലെങ്കിൽ കമ്പൈലറിന് മനസ്സിലാവും ഏത് സ്റ്റോറേജ് ക്ലാസ് ആണ് ഇത് എന്നുള്ളത്. 2 അതിന്റെ കീവേഡ് യൂസ് ചെയ്യുന്നത് വഴി. ഈ 2 കാര്യങ്ങൾ ചിലത് ലൊക്കേഷൻ കൊണ്ട് മാത്രം, ചിലത് കീവേഡും കൂടെ കൊണ്ട്. ഓക്കെ, അപ്പം ഇത് 2 എണ്ണമാണ് സ്റ്റോറേജ് ക്ലാസ്സിനെ ശരിക്കും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കീവേഡ് വെച്ചിട്ട് ഇതേപോലെയാണ്. എക്സാമ്പിൾസ് നോക്കുക. ഓട്ടോ ഇൻഡ് ABC. നമ്മൾ സാധാരണ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇതില്ലാതെ ഇൻഡ് ABC എന്നാണ് കൊടുക്കുന്നത്. അപ്പം ഓട്ടോ ഇൻഡ് ABC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ് എന്ന് കമ്പൈലറിന് മനസ്സിലാവുകയാണ്. എക്സ്റ്റേൺ ഫ്ലോട്ട് റൂട്ട് 1 റൂട്ട് 2. ഓക്കെ, ഇത് എക്സ്റ്റേണൽ വേരിയബിൾ ആണ്. ഈ റൂട്ട് 1 റൂട്ട് 2 എന്നുള്ളത് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണ്. അതുപോലെ ഇത് എക്സ്റ്റേൺ ആണ്. സ്റ്റോറേജ് ക്ലാസ് എക്സ്റ്റേൺ ആണ്. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് സ്റ്റാറ്റിക് ആണ്. ഓക്കെ, സ്റ്റാറ്റിക് ആണ്. ഇൻഡ് കൗണ്ട് ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ അകത്ത് കൗണ്ട് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. അതുപോലെ തന്നെ സ്റ്റാറ്റിക് വേരിയബിൾ ആണ്. സ്റ്റോറേജ് ക്ലാസ് സ്റ്റാറ്റിക് ആണ്. അഗെയിൻ ക്യാരക്ടർ സ്റ്റാർ എന്ന് പറയുന്ന ക്യാരക്ടർ ആണ്. അതുപോലെ എക്സ്റ്റേൺ സ്റ്റോറേജ് ക്ലാസ് ആണ്. ABC എന്ന് പറയുന്നത് ഇൻറ്റിജർ ആണ്. അതുപോലെ രജിസ്റ്റർ ആണ്. രജിസ്റ്റർ ടൈപ്പ് സ്റ്റോറേജ് ക്ലാസ് ആണ്. ഓക്കെ, ഇനി ഓട്ടോമാറ്റിക് വേരിയബിൾസ് എന്താണെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. നമ്മൾ ഇതുവരെ പല പ്രോഗ്രാമിലും നമ്മൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെയൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും കണ്ടിട്ടില്ല. ഓക്കെ അല്ലേ? സാധാരണ നമ്മളൊരു ഫംഗ്ഷൻ തുടങ്ങുമ്പോൾ നമ്മൾ ഇൻഡ് എ എന്ന് കൊടുക്കാറുണ്ട്. മെയിൻ്റെ അകത്ത് നമ്മൾ ഫ്ലോട്ട് ABC അല്ലെങ്കിൽ ഇൻഡ് എ, ഇൻഡ് ബി ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്.
ശരിയല്ലേ? അപ്പം നമുക്ക് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ വരാത്തത് ചിലത് ഡീഫോൾട്ടായിട്ട് അത് ഇതിൻ്റെ അകത്തൊരു ടൈപ്പായിട്ട് മാറുന്നതുകൊണ്ടാണ്. ഡീഫോൾട്ടായിട്ട് എല്ലാ വേരിയബിളും നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് ആയിരിക്കും. അത് മനസ്സിലാക്കുക. ഓക്കെ, ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ ഏതാണോ അത് ഓട്ടോമാറ്റിക് വേരിയബിളാണ്. സാധാരണ രീതിയിൽ നമ്മളൊരു ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് വേരിയബിളാണ്. ഓക്കെ, അപ്പം ആ ഫംഗ്ഷൻ ഏത് ഫംഗ്ഷനിലാണോ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് അതിൻ്റെ അകത്ത് ലോക്കലായിരിക്കും. അത് ലോക്കലായിട്ട് ഡിഫൈൻ ചെയ്യുന്നതാണ് ആ ഓട്ടോമാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്താൽ ബൈ ഡിഫോൾട്ട് അത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. അത് ആ ഫംഗ്ഷൻ്റെ അകത്ത് ലോക്കലാണ്. ഓക്കെ, ആ ലോക്കലാണ്, അതിൻ്റെ അകത്ത് മാത്രം വിസിബിലിറ്റി ഉള്ള അതൊരു ലോക്കൽ വേരിയബിൾ ആണ്. ഓക്കെ, സോ കീവേഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓട്ടോമാറ്റിക്കിൻ്റെ ഓട്ടോ ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഓട്ടോ ആണ്. ഓക്കെ, ഓൾ വേരിയബിൾസ് ആർ ബൈ ഡീഫോൾട്ട് ഓട്ടോമാറ്റിക്. എല്ലാ വേരിയബിൾസും ഡീഫോൾട്ടായിട്ട് ഓട്ടോമാറ്റിക്. ഞാൻ പറഞ്ഞില്ലേ, അപ്പം സാധാരണ രീതിയിൽ നമ്മളൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ സ്പെസിഫൈ ചെയ്തൊരു കീവേഡ് കൊടുത്തില്ല എങ്കിൽ അത് ഓട്ടോമാറ്റിക് തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു മെയിൻ്റെ അകത്ത് നമ്മൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ, അത് ഓട്ടോ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല, അതല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കാണ്. ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ വെറുതെ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു, ഫ്ലോട്ട് എ അല്ലെങ്കിൽ ഇൻഡ് എ, ക്യാരക്ടർ സി എന്നൊക്കെ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോ കീവേഡ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല, കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, അപ്പം നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റും ഒക്കെ കൊടുക്കാറുണ്ടല്ലോ നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത്. ആ ഹെഡറിൻ്റെ അകത്ത് തന്നെ ഇൻഡ് എ കൊമ ഇൻഡ് സി എന്ന് നമ്മൾ ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് കൊടുക്കാറില്ലേ? അതും അപ്പോൾ എന്താണ്? ഓട്ടോമാറ്റിക്കാണ്. അത് ലോക്കലാണ്, ആ ഫംഗ്ഷൻ്റെ അകത്ത് ലോക്കലാണ്, അതും ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ, അതും മറക്കരുത്. ഓൾ വേരിയബിൾസ് ആർ ബൈ ഡിഫോൾട്ട് ഓട്ടോമാറ്റിക്, ഫോർമൽ ആർഗ്യുമെൻറ്റ്സ് ഉൾപ്പെടെ. ഓക്കെ, ഇനി ലൊക്കേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തരികയാണ് അല്ലേ? നമ്മൾ ആ ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുമ്പോൾ അത് അതിൻ്റെ ആ ഒരു എവിടെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്, ആ ഫംഗ്ഷൻ്റെ അകത്താണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതുകൊണ്ട് അത് കമ്പൈലറിനറിയാം ഇത് ഓട്ടോമാറ്റിക്കാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ലൊക്കേഷൻ പറഞ്ഞു തരും ഇത് പിന്നെ ഓട്ടോമാറ്റിക് ആണോ എന്നുള്ളത്. അത് ലൊക്കേഷൻ പറഞ്ഞു തരും. ആ ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ട്, ലോക്കലായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് കൊണ്ട് അത് മനസ്സിലാവും കമ്പൈലറിന് അത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. അതിന് സ്പെസിഫൈ ചെയ്തൊരു കീവേഡിൻ്റെ ആവശ്യമില്ല. വേണമെങ്കിൽ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം ഫോർ ക്ലാരിറ്റി. ഓക്കെ, അത് വേണമെങ്കിൽ കൊടുക്കാം. സി എക്സാമ്പിൾ, മെയിൻ്റെ അകത്ത് ഞാൻ നോക്കിക്കേ, ഓട്ടോ ഇൻഡ് എൻ, ഇൻഡ് എ, ഫ്ലോട്ട് ബി ഞാൻ മെയിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ ഓട്ടോ സ്പെസിഫൈ ചെയ്ത് തന്നെ കൊടുക്കുകയാണ്. ഓട്ടോ ഇൻഡ് എൻ, ഇത് വാലിഡ് ആണ്, ഇങ്ങനെ കൊടുക്കാം. ഇൻഡ് എ ഇതും വാലിഡ് ആണ്. ഫ്ലോട്ട് ബി ദിസ് ഇസ് ഓൾസോ വാലിഡ്. അപ്പം എന്താണ്, ഇത് മൂന്നും ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആണ്. മൂന്നും ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആണ്. അപ്പോൾ ഇവിടെ കീവേഡ് നിർബന്ധമല്ല. ഇപ്പം ഓട്ടോ ഇൻഡ് എ എന്ന് ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം, ഓട്ടോ ഫ്ലോട്ട് ബി എന്ന് കൊടുക്കാം, പക്ഷെ നിർബന്ധമല്ല. ഇങ്ങനെ കൊടുത്താലും അത് ഓട്ടോമാറ്റിക്കാണ്. അതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് കമ്പൈലറിനറിയാം ഇത് ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആണ്. ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലറേഷൻ വരികയാണ്. ഇവിടെയും അതുപോലെ തന്നെ നമ്മൾ ഒരു ഇവിടെ നിർബന്ധമില്ലായിരുന്നു, എന്നാലും ഇവിടെ ഓട്ടോ ഒന്ന് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. കീവേഡ് കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ ഇതൊരു ഫംഗ്ഷനാണ് മെയിൻ, ഇതൊരു വേറൊരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷൻ്റെ അകത്ത് നോക്കിക്കേ, ഇവിടെയും ഞാൻ കൊടുത്തിട്ടുണ്ട് എന്താണ്, ഓട്ടോ ഇൻഡ് ഐ, ഇവിടെയും ഇൻഡ് എം. അപ്പോൾ രണ്ട് വേരിയബിളിനെ ഞാൻ ഒരു ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുകയാണ്. സോ ബൈ പൊസിഷൻ ഇറ്റ് സെൽഫ് കമ്പൈലർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് എൻ ഓട്ടോമാറ്റിക് വേരിയബിൾ. ഓക്കെ, ഐ ആൻഡ് ടെം ആർ ഓട്ടോമാറ്റിക് വേരിയബിൾസ്. ഇവിടെ ഓട്ടോ കീവേഡ് കൊടുക്കണം നിർബന്ധമില്ല, പക്ഷേ കൊടുത്താലും കുഴപ്പമില്ല. ഓക്കെ, രണ്ടും ഓട്ടോമാറ്റിക് വേരിയബിൾസ് ആണ്. ഓട്ടോ ഇവിടെ കൊടുത്തിട്ടില്ല, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നോ ഇഷ്യൂ. ഓക്കെ, സോ ഇവിടെ നോക്കിക്കേ, ഇതൊരു എന്താണ്, നമ്മൾ ഫോർമൽ ആർഗ്യുമെൻ്റ് ആണ്. നമ്മൾ സാധാരണ ഓട്ടോ ഇൻഡ് എന്നൊന്നും കൊടുക്കാറില്ല, ഇൻഡ് എൻ എന്ന് മാത്രമേ കൊടുക്കാറുള്ളൂ. അങ്ങനെ കൊടുത്താൽ മതി, അത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. ഓക്കെ, ബൈ പൊസിഷൻ കമ്പൈലറിന് അറിയാം ഇത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. ഇനി കീവേഡ് കൊടുത്തോണ്ട് പ്രശ്നമില്ല, അതും എടുത്തോളൂ. ഓക്കെ, ഇനി ക്യാൻ ബി ഇനീഷ്യലൈസ്ഡ് വിത്ത് ഡിക്ലറേഷൻ ഓർ ആസ് സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഈ ഓട്ടോമാറ്റിക് വേരിയബിൾസിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഇനീഷ്യലൈസ് ചെയ്യാം. ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു 0 നമ്മൾ ചെയ്തിട്ടുള്ളതാണല്ലോ, ഇനീഷ്യലൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു 0 ഇത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തു, രണ്ട് സ്റ്റേറ്റ്മെന്റ് ആക്കി. ഇൻഡ് ഐ എന്നും കൊടുത്തു, ഐ ഈസ് ഈക്വൽ ടു 0 അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അതല്ല എങ്കിൽ ഡിക്ലറേഷൻ്റെ കൂടെ കൊടുക്കാം, ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു 0 അങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, അപ്പം രണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ അതിൻ്റെ വാല്യൂ കൊടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ഇനീഷ്യലൈസേഷൻ അതേ സ്റ്റേറ്റ്മെന്റിൽ ഡിക്ലറേഷൻ്റെ കൂടെ തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ ഓട്ടോ ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു 0 അങ്ങനെയും കൊടുക്കാം. ഓട്ടോ ഇൻഡ് ഐ ഈസ് ഈക്വൽ ടു 0 അങ്ങനെ കൊടുക്കാം. ഇവിടെ ഓട്ടോ ഇൻഡ് ഐ
അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ഐ ഈസ് ഈക്വൽ ടു 0 അങ്ങനെയും കൊടുക്കാം. ഓക്കെ, ഇതെല്ലാം വാലിഡ് ആണ്. സോ ഇതിൻ്റെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. നമ്മൾ സാധാരണ വേരിയബിൾ ഡിക്ലറേഷൻ ഫംഗ്ഷൻ്റെ അകത്തൊക്കെ കഴിഞ്ഞാൽ അത് ലോക്കലാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം അതിൻ്റെ സ്കോപ്പ് നിൽക്കുന്നതാണ്. അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമാണ്. ആ ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നു, അതിൻ്റെ അകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ മെയിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്ന ഒരു സാധനം മെയിലിന് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തതിൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്ന ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്, ലോക്കൽ വേരിയബിൾസ്. ഓക്കെ, അപ്പോൾ ഇനി അതിൻ്റെ ലൈഫ് ടൈമും അവിടെ കൊണ്ട് തീരുകയാണ്. ആ ഫംഗ്ഷൻ തീരുമ്പോഴത്തേക്ക് അതിൻ്റെ ലൈഫ് ടൈം തീരുകയാണ്. മെയിൻ തീരുമ്പോഴത്തേക്ക് അതിൻ്റെ അത് ഡിക്ലെയർ ചെയ്ത വേരിയബിൾസ് നശിച്ചു പോകും, അതിൻ്റെ മെമ്മറി റിലീസ്ഡ് ആവും. ഓക്കെ, അപ്പോൾ അതുപോലെ ഫംഗ്ഷൻ്റെ അകത്തും ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ആ ഫംഗ്ഷൻ തീരുമ്പോഴത്തേക്ക് മെമ്മറി റിലീസ്ഡ് ആവും. ഓക്കെ, ഇനി ഞാൻ തിരിച്ച് ആ ഫംഗ്ഷൻ തന്നെ ഞാൻ പിന്നെയും രണ്ടാമതും വിളിച്ചു കഴിഞ്ഞാലോ ആ വാല്യൂസ്, പഴയ വാല്യൂസ് അവിടെ ഉണ്ടാവുമോ? നോ, ഇറ്റ് വിൽ നോട്ട് ബി റീറ്റെയിൻഡ്. ഓക്കെ, ഇറ്റ് വിൽ നോട്ട് റീറ്റെയിൻ their values once control is transferred out. നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആ ഫംഗ്ഷൻ കോൾ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴത്തേക്കും ആ മെമ്മറി എല്ലാം പോയി, ഓട്ടോമാറ്റിക് വേരിയബിളിൻ്റെ മെമ്മറി എല്ലാം റിലീസ്ഡ് ആയി. ഇനി അടുത്ത പ്രാവശ്യം ആ ഫംഗ്ഷനിലേക്ക് കോൾ ചെയ്യുമ്പോഴത്തേക്കും പുതിയൊരു വേരിയബിളിനെയാണ് അവിടെ ഡിക്ലെയർ ആകുന്നത്, പുതിയൊരു മെമ്മറി ലൊക്കേഷൻ. ഓക്കെ, അപ്പോൾ ഓൾവേസ് റീസെറ്റ്സ് വെൻ എവർ റീ എൻറ്റേഴ്സ് ദ ഫംഗ്ഷൻ. ഓക്കെ, സോ സ്കോപ്പ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ തന്നെയാണ്, ലൈഫ് ടൈം എന്ന് പറയുന്നതും ആ ഫംഗ്ഷൻ തന്നെയാണ്. ആ ബ്ലോക്ക് അല്ലെങ്കിൽ ഫംഗ്ഷൻ, ബ്ലോക്ക് ഓർ ഫംഗ്ഷൻ. സി എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് സ്ട്രക്ചേർഡ് ലാംഗ്വേജ്, നമ്മൾ കേളി ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് ബ്ലോക്സ് ആയിട്ട് നമുക്ക് തിരിച്ചെഴുതാം. അപ്പം ബ്ലോക്ക് ആ ഒരു ബ്ലോക്ക് ആയിരിക്കും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആയിരിക്കും അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നതും ലൈഫ് ടൈം എന്ന് പറയുന്നതും. ഓക്കെ, സ്കോപ്പ് നമുക്ക് വേണമെങ്കിൽ ആ ഫംഗ്ഷന്റെ മുഴുവൻ സ്കോപ്പിലും നിർത്തണം എന്ന് നിർബന്ധമില്ല. നമുക്ക് ആ സ്കോപ്പിനെ ചെറുതാക്കാം, നമുക്ക് ബ്ലോക്ക് ആക്കി തിരിച്ചാൽ മതി. എന്നിട്ട് ആ സ്കോപ്പിനെ നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. എൻ്റയർ ഫംഗ്ഷൻ സ്കോപ്പ് വേണ്ട എങ്കിൽ നമുക്ക് വേണമെങ്കിൽ റെഡ്യൂസ് ചെയ്യാം. ലൈക്ക് ദിസ്, ഇതാണ് ഒരു ഫംഗ്ഷൻ, ഫൺ എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടെയാണ്, എൻഡ് ചെയ്യുന്ന ഇവിടെയാണ്. ഞാൻ ഇവിടെ ഒരു സബ് ബ്ലോക്ക് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, കേളി ബ്രാക്കറ്റ്സ് ഇട്ട് ഞാൻ ഇവിടെ ഒരു ബ്ലോക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സ്കോപ്പ് എവിടെയാണ്? ഈ ബ്ലോക്കിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ സ്കോപ്പ് എവിടെ തീരും? ഇവിടെ തീരും. ഓക്കെ, ഈ കേളി ബ്രാക്കറ്റ് തീരുന്നിടത്ത് തീരും. അപ്പോൾ എൻ്റയർ ഫംഗ്ഷൻ ഇല്ല അതിൻ്റെ സ്കോപ്പ്. ഇതിൻ്റെ സ്കോപ്പ് ഈ ബ്ലോക്കിൻ്റെ അകത്ത് മാത്രമാണ്. ഓക്കെ, ആ സ്കോപ്പിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാം വേണമെങ്കിൽ. ഓക്കെ, സി അനദർ എക്സാമ്പിൾ. ഞാൻ മെയിൻ്റെ അകത്ത് ഞാനൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തു. ഇതേത് വേരിയബിളാണ്? ഓട്ടോമാറ്റിക് വേരിയബിളാണ്. ഓക്കെ, അപ്പം ഡിക്ലെയർ ചെയ്തു. സോ ഈ മെയിനിൽ മുഴുവൻ അതിൻ്റെ വാലിഡിറ്റി ഉണ്ട്. ഓക്കെ, ഇനി ഇവിടെ നോക്കിക്കേ, ഈ എയുടെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ട്. ആ മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഡിക്ലെയർ ചെയ്യുന്നത്. ആ ഡിക്ലെയർ ചെയ്യുന്ന സ്ഥലം തൊട്ട് ഈ മെയിൻ്റെ ഫംഗ്ഷൻ തീരുന്നത് വരെയുണ്ട്. ഇനി ഇവിടെ വേറൊരു ബ്ലോക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ ഇൻറ്റ് ബി എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സോ ഇൻറ്റ് ബിക്ക് എൻ്റയർ മെയിനിൽ സ്കോപ്പില്ല. ഈ പോർഷനിൽ ബിക്ക് വാലിഡിറ്റി ഉണ്ടോ? ഇല്ല, ഇതിന് സ്കോപ്പില്ല. ഈ പോർഷനിൽ ബിക്ക് വാലിഡിറ്റി ഉണ്ടോ? നോ, ഇതിനും ഇവിടെയും സ്കോപ്പില്ല. സോ ഇൻറ്റ് ബിയുടെ സ്കോപ്പ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആൻഡ് ഇറ്റ് വിൽ എൻഡ് ഹിയർ. ഈ കേളി ബ്രാക്കറ്റ് തീരുന്നിടത്ത് എൻഡ് ചെയ്യും. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്, സ്കോപ്പും ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ. എയുടെ സ്കോപ്പും ലൈഫ് ടൈമും ഇത് എൻ്റയർ ഫംഗ്ഷൻ മെയിൻ ആണ്. ഉണ്ടോ, സ്കോപ്പ് ആൻഡ് ലൈഫ് ടൈം ഓഫ് എ ഇവിടുന്ന് മെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തൊട്ട് മെയിൻ എൻഡ് ചെയ്യുന്നിടത്താണ്. ബിയുടേത് ഇത്രയും പോർഷൻ മാത്രമേ. ഓക്കെ, സി വേറൊരു സ്കോപ്പും ലൈഫ് ടൈമും ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ മെയിനിൽ ഞാനൊരു വേരിയബിൾ എ ഡിക്ലെയർ ചെയ്തു. ഇറ്റ്സ് എൻ ഓട്ടോമാറ്റിക് വേരിയബിൾ. ഓക്കെ, ഓട്ടോമാറ്റിക് വേരിയബിൾ എ ഡിക്ലെയർ ചെയ്തു. ഇവിടെ ഓട്ടോ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, നിർബന്ധമില്ല. എ ഈസ് ഈക്വൽ ടു 10. അപ്പോൾ എയുടെ വാല്യൂ 10 ആയി. ഇവിടെ മെമ്മറി അലക്കേറ്റ് ചെയ്തു, എയുടെ വാല്യൂ 10 ആയി. ഞാനിവിടെ എയുടെ വാല്യൂ പ്രിന്റ് ചെയ്തു ബിഫോർ. അപ്പം എ ഈസ് ഈക്വൽ ടു 10 എന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്യും അല്ലേ, എയുടെ വാല്യൂ പ്രിന്റ് ചെയ്യും. ഇനി ഇവിടെ ഞാൻ വേറൊരു ബ്ലോക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തു. അവിടെ ഞാൻ പിന്നെയും ഡിക്ലെയർ ചെയ്തു. ഇവിടെ എനിക്ക് പിന്നെയും ഡിക്ലെയർ ചെയ്യാം, കാര്യം ഇത് വേറൊരു ബ്ലോക്കാണ്. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദിസ് പെർട്ടിക്കുലർ എ. അപ്പോൾ ഇവിടെ വേറൊരു മെമ്മറി ലൊക്കേഷൻ എക്ക് വേണ്ടിയിട്ട് ഓപ്പൺ ആവും. സോ എ ഈസ് അസൈൻ 20 ആൻഡ് ഇൻസൈഡ് എ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എയുടെ വാല്യൂ ഞാൻ പ്രിന്റ് ചെയ്തു.
അപ്പോൾ ആ ബ്ലോക്ക് ഇവിടെ തീർന്നു. അതിനുശേഷം ഞാൻ എയുടെ വാല്യൂ ആഫ്റ്റർ എ എന്ന് പറഞ്ഞ് ഞാൻ എയുടെ വാല്യൂ പിന്നെയും പ്രിന്റ് ചെയ്തു. സോ ഔട്ട്പുട്ട് നോക്കിക്കേ, ഇവിടെ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്. ഞാൻ എയുടെ വാല്യൂനെ ഞാൻ പ്രിന്റ് ചെയ്തു. കണ്ടോ, എയുടെ വാല്യൂ 10 ഞാൻ പ്രിന്റ് ചെയ്തു. ഔട്ട്പുട്ടിൽ എയുടെ വാല്യൂ 10 പ്രിന്റ് ചെയ്തു. ഇനി ഞാൻ ഈ ബ്ലോക്കിലേക്ക് കയറി, അപ്പോഴത്തേക്ക് എയുടെ പുതിയൊരു എ ഡിക്ലെയർ ചെയ്തിട്ടു, അതിന് 20 ആയി. ഇനി ഞാൻ അതിൻ്റെ എയുടെ വാല്യൂ ഇൻസൈഡ് എ എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്തു. അപ്പോൾ ഏതാ പ്രിന്റ് ചെയ്യുക? 20 ആണ്. ഓക്കെ, 20യുടെ വാല്യൂ പ്രിന്റ് ചെയ്തു. ആ ലോക്കലി ഉള്ളതിനെ ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. ഇനി ഞാൻ ആ ബ്ലോക്ക് തീർന്നു, പുറത്ത് വന്നിട്ട് ഞാൻ ആഫ്റ്റർ എ, ഇപ്പോൾ ഏത് എയാ? ഇപ്പോൾ പുറത്താണ്. അപ്പം ഈ എ തന്നെയാണ് അവിടെ ആക്സസ് ചെയ്യുന്നത്, മെയിനിലുള്ള ഈ ബ്ലോക്കിന് പുറത്തുള്ള എ. അപ്പം ആ എയുടെ വാല്യൂ പിന്നെ ആഫ്റ്റർ എ എന്ന് പറയുമ്പോഴത്തേക്കും 10നെ ആയിരിക്കും പിന്നെയും പ്രിന്റ് ചെയ്യുക. സോ ഹോപ്പ് യു ആർ ക്ലിയർ റിഗാർഡിങ് ദിസ് സ്കോപ്പ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ അഥവാ ഗ്ലോബൽ വേരിയബിൾസ് ആണ്. ഓക്കെ, ഗ്ലോബൽ വേരിയബിൾസ്. ഓക്കെ, എന്താണ് എക്സ്റ്റേണൽ വേരിയബിൾസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അതിൻ്റെ കീവേഡ് എക്സ്റ്റേൺ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു എക്സ്റ്റേൺ എന്നാണ്. അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് നേരത്തെ ഓട്ടോമാറ്റിക് വേരിയബിളിന് പറഞ്ഞതുപോലെ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ അല്ല, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ബ്ലോക്ക് അല്ല. ഇറ്റ് എക്സ്റ്റെൻഡ്സ് ഫ്രം ദ പോയിന്റ് ഓഫ് ഡെഫിനിഷൻ ടു ദ റിമൈൻഡർ ഓഫ് ദി പ്രോഗ്രാം. എവിടെയാണോ ഡിഫൈൻ ചെയ്യുന്നത് അവിടം തൊട്ട് ബാക്കിയുള്ള പ്രോഗ്രാം മൊത്തം. അതാണ് അതിൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്, അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എവിടെയാണോ ഡിഫൈൻ ചെയ്യുന്നത് അതിനുശേഷം റിമൈൻഡർ ഓഫ് ദി പ്രോഗ്രാം, ആ പ്രോഗ്രാമിൻ്റെ ബാക്കിയുള്ള ഭാഗത്തെല്ലാം അത് സ്കോപ്പുണ്ട്, അതിന് സ്കോപ്പുണ്ട്. ഓക്കെ, ലൈഫ് ടൈം ഇസ് ദ എൻറ്റയർ പ്രോഗ്രാം. ആ പ്രോഗ്രാം എപ്പം ടെർമിനേറ്റഡ് ആവുന്നോ അപ്പോഴേ അതിൻ്റെ ലൈഫ് തീരുന്നുള്ളൂ. ഓക്കെ, ആ ഡിക്ലെയർ ചെയ്യുമ്പോഴത്തേക്കും അത് അതിന് ജീവൻ വെക്കുന്നു. ഓക്കെ, അതിന് മെമ്മറി അലക്കേറ്റഡ് ആവുന്നു. അതിൻ്റെ ലൈഫ് എപ്പോഴാണ് മെമ്മറി ഡീഅലക്കേറ്റ് ചെയ്യുന്നത്? എപ്പോഴാണ്? ഏറ്റവും ആ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ എൻറ്റയർ പ്രോഗ്രാമാണ് എൻ്റെ ലൈഫ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഗ്ലോബൽ വേരിയബിൾസ് ആ വാക്കിൽ തന്നെയുണ്ട്. ഗ്ലോബൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ലോക്കൽ എന്നാണ്. ആ ഫംഗ്ഷൻ്റെ അകത്ത് മാത്രം കൺഫൈൻഡ് ആണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഗ്ലോബൽ എന്ന് പറയുന്നത് ഗ്ലോബലി റെക്കഗ്നൈസ്ഡ് ആണ്. ഓക്കെ, അതിൻ്റെ പ്രോഗ്രാം മൊത്തം അതിന് വാലിഡിറ്റി ഉണ്ട്, അതിൻ്റെ സ്കോപ്പ് ഉണ്ട്, അതിൻ്റെ വിസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ഏത് ഫംഗ്ഷൻ, അതിൻ്റെ സ്കോപ്പിൽ വരുന്ന ഏത് ഫംഗ്ഷനിൽ നിന്നും വേണമെങ്കിൽ ഈ ഗ്ലോബൽ വേരിയബിൾസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്കോപ്പിൽ വരുന്ന അതിൻ്റെ പ്രിവ്യൂവിൽ വരുന്ന ഏത് ഫംഗ്ഷനിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഗ്ലോബൽ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ വാല്യൂ അസൈൻഡ് ഇൻ വൺ ഫംഗ്ഷൻ ക്യാൻ ബി ആക്സസ്ഡ് ഫ്രം അനദർ. ഒരു ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് ആക്സസ് ചെയ്യുന്ന വാല്യൂ നമുക്ക് വേറൊരു ഫംഗ്ഷനിൽ നിന്നും നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിനെ മോഡിഫൈ ചെയ്യുന്നത് നമുക്ക് വേറൊരു ഫംഗ്ഷനിൽ നിന്നും നമുക്ക് വേണമെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ സാധാരണ ഒരു വേരിയബിളിനെ വാല്യൂവിനെ നമുക്ക് തിരിച്ച് കോൾ ചെയ്യുന്നിടത്തേക്കൊക്കെ റിട്ടേൺ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്താ ചെയ്യുക? റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കാര്യം ഗ്ലോബലി അത് വിസിബിൾ ആണ്. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് തിരിച്ച് റിട്ടേൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ല. അതല്ലാതെ തന്നെ അവിടെ ആക്സസിബിൾ ആയിരിക്കും. അപ്പം നമ്മളൊരു ഫംഗ്ഷൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞിട്ട് തിരിച്ച് അങ്ങോട്ടേക്ക് റിട്ടേൺ ചെയ്യാതെ തന്നെ നമ്മൾ അവിടെ ചെന്ന് ആ വാല്യൂവിനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുത്തിയ മാറ്റം അവിടെ കിട്ടും. അതാണ് പറഞ്ഞത്. സോ ട്രാൻസ്ഫർ ഇൻഫർമേഷൻ ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ ഫംഗ്ഷൻസ് വിത്തൗട്ട് യൂസിങ് ആർഗ്യുമെന്റ്സ് ആൻഡ് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതിന് ഇല്ലാതെ തന്നെ നമുക്ക് പോസിബിൾ ആണ്. ഓക്കെ, അപ്പം ഈ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഗ്ലോബൽ വേരിയബിൾസിന് നമ്മൾ സാധാരണ ഒരിടത്ത് മാത്രം ഡിക്ലെയർ ചെയ്യലായിരുന്നു. ഇതിനകത്ത് രണ്ട് ഡിക്ലറേഷൻ ആൻഡ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞൊരു രണ്ട് സാധനങ്ങളുണ്ട്. ഡിക്ലറേഷൻ ആൻഡ് ഡെഫിനിഷൻ. ഡെഫിനിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. സാധാരണ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാറില്ലേ നമ്മൾ, സാധാരണ ഓട്ടോമാറ്റിക് വേരിയബിൾസ് എല്ലാം അതേപോലെയുള്ള ഡിക്ലറേഷനാണ് ഇവിടെ എക്സ്റ്റേണൽ വേരിയബിളിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഫംഗ്ഷന് മുകളിൽ നമ്മൾ പുറത്ത് എല്ലാ ഫംഗ്ഷനും മുകളിലായിട്ട് നമുക്ക് എവിടെയാണോ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യേണ്ട അവിടെ നമ്മളിത് ഡിക്ലെയർ ചെയ്യുന്നു. അവിടെ വെച്ച് അത് ചെയ്യുമ്പോൾ അതിന് വേണ്ട മെമ്മറി അലക്കേറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. ഇനീഷ്യൽ വാല്യൂ നമുക്ക് വേണമെങ്കിൽ അസൈൻ ചെയ്ത് കൊടുക്കാം. നേരത്തെ കണക്ക് i=0 എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇനീഷ്യൽ വാല്യൂ അസൈൻ ചെയ്യാം. നമ്മൾ ഇനീഷ്യലൈസ് ചെയ്തില്ല എങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന് 0 വാല്യൂ കിട്ടും. ഇനീഷ്യലൈസ് ചെയ്ത് 0 വാല്യൂ കിട്ടും. ഓക്കെ,
ഇതിന് കീവേഡ് നിർബന്ധമില്ല. ഐഡന്റിഫൈഡ് ബൈ ലൊക്കേഷൻ ഓഫ് ഡെഫിനിഷൻ. ഇത് ഡെഫിനിഷൻ എവിടെയാണോ അതിൻ്റെ ലൊക്കേഷൻ വെച്ചിട്ട് മനസ്സിലാവും ഇത് ഗ്ലോബൽ വേരിയബിൾസ് ആണോ അല്ലയോ എന്നുള്ള കാര്യം മനസ്സിലാവും. ഓക്കെ, so functions that allow definition can freely access the global variable. No declaration is needed. Okay, സോറി, ഈ നമ്മൾ എവിടെയാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അതിന് താഴോട്ട് വരുന്ന എവിടെയാണോ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഈ ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് അതിന് താഴോട്ട് വരുന്ന എല്ലാ ഫംഗ്ഷനിലും നമുക്ക് ഈ ഗ്ലോബൽ വേരിയബിൾസിനെ കിട്ടും. ഓക്കെ, നമുക്ക് താഴോട്ട് വരുന്ന എല്ലാ ഫംഗ്ഷനിലും ഈ ഗ്ലോബൽ വേരിയബിൾസിനെ കിട്ടും. അവിടെ പ്രത്യേകിച്ച് വേറൊരു ഡിക്ലറേഷൻ്റെ ആവശ്യമില്ല. ആ ഫംഗ്ഷൻ്റെ അകത്ത് പിന്നെ ഒരു റീഡിക്ലറേഷൻ്റെ ആവശ്യമില്ല. അതിൻ്റെ താഴോട്ട് വരുന്ന എല്ലാ ഫംഗ്ഷനുകളിലും ഈ ഫംഗ്ഷനെ കിട്ടും. ഇനി ഡെഫിനിഷൻ അതാണ്. ഇനി ഡിക്ലറേഷൻ എന്താണെന്നുള്ളത് നമ്മളിപ്പോൾ പറഞ്ഞത് എവിടെയാണോ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ താഴോട്ടുള്ള എല്ലാ ഫംഗ്ഷനുകളിലും ഇതിന് ഇനി ആക്സസിബിലിറ്റി ഉണ്ട്. ഡിക്ലറേഷൻ സ്പെസിഫൈ ചെയ്ത് വേറൊരു ഡിക്ലറേഷൻ്റെ ആവശ്യമില്ല. വാട്ട് അബൌട്ട് ദോസ് ഫങ്ഷൻസ് ദാറ്റ് പ്രിസീഡ് ദ ഫംഗ്ഷൻ പ്രിസീഡ് ദ ഡെഫിനിഷൻ. ഈ ഡെഫിനിഷന് മുകളിൽ വേറെയും ഫങ്ഷൻസ് ആവാമല്ലോ. ഓക്കെ, ഫങ്ഷൻസ് മുകളിലോട്ടും ആവാം. അപ്പം അതിന് മുകളിൽ ഫങ്ഷൻസ് ഉണ്ട് എങ്കിൽ ആ ഫങ്ഷനിൽ എങ്ങനെ കിട്ടും? അവിടെ കിട്ടത്തില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ നമുക്ക് അത് കിട്ടത്തില്ല. ഫോളോ ചെയ്യുന്ന ഫംഗ്ഷൻസിലേ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം മുകളിലോട്ടുള്ള ഫംഗ്ഷനിൽ എങ്ങനെ കിട്ടും? അതിന് നമ്മൾ സെപ്പറേറ്റ് ഒരു ഡിക്ലറേഷൻ ആ ഫംഗ്ഷൻ്റെ അകത്ത് കൊടുക്കണം. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഫംഗ്ഷനിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എക്സ്റ്റേൺ എന്ന് പറയുന്ന കീവേഡ് നമ്മൾ ഉപയോഗിക്കണം. എക്സ്റ്റേൺ കീവേഡ് നമുക്കൊരു എക്സാമ്പിൾ കാണുമ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, നമുക്കത് നോക്കാം. അപ്പോൾ ഡെഫിനിഷനും ഡിക്ലറേഷനും, ഡെഫിനിഷൻ സാധാ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് പോലെ ഫംഗ്ഷന് പുറത്തായിട്ട് ഡിക്ലെയർ ചെയ്യും. അവിടുന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ താഴോട്ട് വരുന്ന എല്ലാ ഫംഗ്ഷനുകളിലും ഇത് ഗ്ലോബലി ആക്സസിബിൾ ആയിരിക്കും. ഓക്കെ, അതിന് പ്രിസീഡ് ചെയ്യുന്ന ഫംഗ്ഷനുകളിൽ നമ്മളൊരു ഡിക്ലറേഷൻ അതിൻ്റെ അകത്തേക്ക് കൊടുക്കണം. അങ്ങനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റ്റേൺ കീവേഡും യൂസ് ചെയ്യണം. അതാണ് ഇതുവരെ പറഞ്ഞതിൻ്റെ ഒരു സാരാംശം. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതിൻ്റെ ഒരു ഫ്രാഗ്മെൻറ്റ് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഞാൻ പ്രീ പ്രോസസർ ഡയറക്റ്റീവ് നോക്കിക്കേ, $A, B, C. അതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് നോക്കിയേ. ഒരു ഫംഗ്ഷൻ്റെ അകത്തല്ല ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, ഈ ഫംഗ്ഷന് പുറത്താണ്. കണ്ടോ, മെയിനും പുറത്താണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഗ്ലോബലാണ്, അപ്പോൾ എക്സ്റ്റേണൽ വേരിയബിളാണ്. $A, B, C. അപ്പോൾ അതൊരു എക്സ്റ്റേണൽ വേരിയബിൾ ഡിക്ലറേഷനാണ്, പുറത്ത് ചെയ്തിരിക്കുകയാണ്. അപ്പം എന്താണ് നമ്മുടെ ഡെഫിനിഷൻ വഴി നമ്മൾ പറഞ്ഞ എന്താണ്? ഇതാണ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡെഫിനിഷനാണ്. അപ്പോൾ ഇതിന് താഴോട്ട് വരുന്ന എല്ലാ ഫംഗ്ഷനുകളിലും ഇത് മൂന്നും വിസിബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഇതിന് താഴോട്ട് വരുന്ന ഏതൊക്കെയാ? മെയിൻ ഉണ്ട്, റെഡ്യൂസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അത് രണ്ടിലും ഈ ABC എന്ന് പറയുന്ന വേരിയബിൾസ്, ഗ്ലോബൽ വേരിയബിൾസ് വിസിബിൾ ആയിരിക്കും. അത് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഞാനൊരു പ്രോട്ടോടൈപ്പ് കൊടുത്തിട്ടുണ്ട്, റെഡ്യൂസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇവിടെ റെഡ്യൂസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇത് നോക്കാം. ഇതിനകത്ത് മെയിൻ്റെ അകത്ത് ഞാനൊരു ലോക്കൽ വേരിയബിൾ, ഇതേതോ ടൈപ്പ് വേരിയബിളാണ്? ഇത് ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ, അപ്പോൾ ഇത് ഗ്ലോബലാണ് അല്ലെങ്കിൽ എക്സ്റ്റേണലാണ്, ഇത് ഓട്ടോമാറ്റിക്കാണ്. ഇവിടെ ഈ റെഡ്യൂസ് ഫംഗ്ഷൻ്റെ അകത്ത് ഞാനൊരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ അതെന്താണ്? അതും ഓട്ടോമാറ്റിക്കാണ്. ഓക്കെ, ഇവിടെ മാത്രമേ വിസിബിലിറ്റി ഉള്ളൂ. ഈ കേക്ക് ഇവിടെ മാത്രമേ വിസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പം ഇനി ഞാൻ ഇങ്ങോട്ട് വന്നു. അപ്പോൾ എയും ബിയും സിയും എനിക്ക് ഇതിൻ്റെ അകത്ത് ആക്സസിബിൾ ആണ്, അതുപോലെ ഇതിലും ആക്സസിബിൾ ആണ്. ഓക്കെ, ഇതിനെ ഫോളോ ചെയ്യുന്ന ഈ രണ്ടിലും ABC ആക്സസിബിൾ ആണ്, ഇവിടെയും ആക്സസിബിൾ ആണ്. ഇനി കെ ഇവിടെ മാത്രമേ ആക്സസിബിൾ ഉള്ളൂ, ജെ ഇവിടെ മാത്രമേ ആക്സസിബിൾ ഉള്ളൂ. സം ഇവിടെ കിട്ടൂ. സം ഇവിടെ ആണ്ട് ഇവിടെ ഒരെണ്ണം കിടക്കുന്നുണ്ടോ? ഫ്ലോട്ട് സം സെമിക്കോളൺ, അതും ഗ്ലോബലാണ് അല്ലേ? ഗ്ലോബലാണ്, ഫംഗ്ഷന് പുറത്താണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. നേരത്തെ ABC പോലെ തന്നെയാണ് ഈ സമ്മും. ഗ്ലോബലാണ്, ഗ്ലോബൽ വേരിയബിളാണ്, അതിൻ്റെ ഡെഫിനിഷനാണ്. പക്ഷേ ABCക്ക് മെയിനിലും കിട്ടും റെഡ്യൂസിലും കിട്ടും. പക്ഷേ സമ്മ് റെഡ്യൂസിൽ കിട്ടും, കാര്യം അതിൻ്റെ താഴെ വരെയാണ് റെഡ്യൂസ്. അപ്പോൾ ഇവിടെ സം ആക്സസിബിൾ ആണ്. സം വിൽ ബി ആക്സസിബിൾ ഹിയർ ആൻഡ് ഫങ്ഷൻസ് ഡിഫൈൻഡ് ബിലോ. ഇനി താഴോട്ട് വേറെ ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെയും കിട്ടും. ഓക്കെ, പക്ഷേ ഇവിടെ കിട്ടുമോ? മെയിനിൽ സമ്മ് കിട്ടത്തില്ല, കാര്യം ഇതിന് താഴെയാണ് സമ്മ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സമ്മ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആ മെയിനിന് താഴെ ആയതുകൊണ്ട് തന്നെ ഇവിടെ സമ്മ് ആക്സസിബിൾ അല്ല. ഓക്കെ, അത് നമുക്ക് അതിനെ ഒരു ഓൾട്ടർ ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഡബിൾ നേരത്തെ പോലെ എക്സ്റ്റേണൽ വേരിയബിൾ
പ്രോട്ടോടൈപ്പ് മെയിനിൽ കെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിനെ പ്രിസീഡ് ചെയ്യുന്ന ഫംഗ്ഷനാണ് മെയിൻ എന്ന് പറയുന്നത് അല്ലേ. ഇതൊരു ഗ്ലോബൽ വേരിയബിൾ ആണ്, ഇതിനെ പ്രിസീഡ് ചെയ്യുന്ന ഫംഗ്ഷൻ മെയിൻ ആണ്. ഓക്കെ, അപ്പം ഇതിന് മുന്നിലാണ് ഈ മെയിൻ. അപ്പം അതിന് ഞാനൊരു ഡിക്ലറേഷൻ കൊടുക്കുകയാണ്, ഫ്ലോട്ട് സം എന്ന് ഞാൻ ഡിക്ലറേഷൻ കൊടുക്കുകയാണ്. എക്സ്റ്റേൺ കീവേഡ് യൂസ് ചെയ്യണം എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇനി എനിക്കിവിടെ സം ആക്സസിബിൾ ആണ്. സം ഈസ് ആക്സസിബിൾ ഹിയർ. ഇവിടെ ഇങ്ങനൊരു ഡിക്ലറേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇനി സം ഇവിടെ ആക്സസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ എന്തിനാ വെറുതെ ഇവിടെ എക്സ്റ്റേൺ കീവേഡ് കൊടുക്കുന്നത്? കൊടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ എക്സ്റ്റേൺ കീവേഡ് കൊടുത്തില്ല എങ്കിൽ ഈ കെയുടെ ഡിക്ലറേഷൻ പോലെ തന്നെയാണ് സമ്മിന്റെ ഡിക്ലറേഷൻ, ഫ്ലോട്ട് സം. അപ്പോൾ ഇതൊരു ഓട്ടോമാറ്റിക് വേരിയബിൾ ആവും. ഓക്കെ, ഓട്ടോമാറ്റിക് വേരിയബിൾ. സം എന്ന് പറയുന്നത് ലോക്കലി ഇവിടെ ഉള്ള ഒരു വേരിയബിൾ ആവും, അതിന് സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ആവും. എക്സ്റ്റേൺ കീവേഡ് കൊടുത്തത് കൊണ്ട് കമ്പൈലർ മനസ്സിലാക്കും ഇതൊരു ഗ്ലോബൽ വേരിയബിൾ ആണ്, ഇതിന്റെ ഡെഫിനിഷൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇത് തന്നെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്, ഈ മെമ്മറി തന്നെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ഓക്കെ, സെയിം മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ എ ബി സിയും ആക്സസിബിൾ ആണ്, സമ്മും ആക്സസിബിൾ ആണ്. ഇവിടെയും എ ബി സി ആക്സസിബിൾ ആണ്, സമ്മും ആക്സസിബിൾ ആണ്. ചേഞ്ച് എന്താ വരുത്തിയത്? ഞാൻ ഈ സമ്മിനെ ഇവിടെ ഒരു ഡിക്ലറേഷൻ കൊടുത്തു. ഇതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ വേരിയബിൾ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ഇത് എക്സ്റ്റേണൽ വേരിയബിൾ ഡെഫിനിഷൻ. ഇത് രണ്ടും എക്സ്റ്റേണൽ വേരിയബിൾ ഡെഫിനിഷൻ, ഇത് എക്സ്റ്റേണൽ വേരിയബിൾ ഡിക്ലറേഷൻ. ഓക്കെ, സി നെക്സ്റ്റ് ഇവിടെ നോക്കുക. നമുക്ക് അതിൻ്റെ ഒരു ഒന്നും കൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഇത് എക്സ്റ്റേണൽ വേരിയബിൾ ഡെഫിനിഷൻ, ഇവിടെ ഓട്ടോമാറ്റിക് വേരിയബിൾ ഡിക്ലറേഷൻ, ഇവിടെ ഞാൻ എ ഈസ് ഈക്വൽ ടു 10 കൊടുക്കാൻ പറ്റുമോ? എ ഇവിടെ ആക്സസിബിൾ ആണ്, ഇറ്റ് ഈസ് ആക്സസിബിൾ. സം ഈസ് ഈക്വൽ ടു 100 പോസിബിൾ ആണ്, എററാണ്. സം ഇവിടെ ആക്സസിബിൾ ചെയ്യാൻ പറ്റത്തില്ല. സം എന്ന് പറയുന്നത് ഞാനിവിടെ എക്സ്റ്റേണൽ വേരിയബിൾ ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇത് ഇനി താഴോട്ടേ വിസിബിലിറ്റി ഉള്ളൂ. അപ്പോൾ സം ഈസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞാൽ എററാണ്. ഇവിടെ സം ഇവിടെ ആക്സസിബിൾ അല്ല. ഇനി റെഡ്യൂസ്, ഞാൻ ഈ ഫംഗ്ഷൻ വിളിച്ചു, അപ്പോൾ ഫംഗ്ഷൻ്റെ അകത്ത് ഞാൻ സം ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 10, സം ഇവിടെ ആക്സസിബിൾ ആണ്, ആക്സസിബിൾ ആണ്. കാര്യം ഇവിടെയാണ് ഗ്ലോബൽ വേരിയബിൾ, അതിൻ്റെ താഴെയാണ് വരുന്നത്. അപ്പോൾ സം ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ ആക്സസിബിൾ ആണ്. എ ഇൻറ്റു 10, എ ആക്സസിബിൾ ആണ്, എ ഇവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം എ ഇൻറ്റു 10 എന്ന് പറയുന്നത് ഇവിടെ വിസിബിൾ ആണ്. അപ്പം എക്ക് എന്താ വാല്യൂ? എ ഞാനിവിടെ 10 കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് 10 ഇൻറ്റു 10 100 ആയിരിക്കും സമ്മിൽ വരുന്നത്. എ ഈസ് ഈക്വൽ ടു 20. ഓക്കെ, എ ഈസ് ഈക്വൽ ടു 20, എയുടെ വാല്യൂ നേരത്തെ 10 കൊടുത്തത് മാറി ഇപ്പോൾ 20 ആയി. ഞാൻ തിരിച്ചിങ്ങി വന്നു, തിരിച്ചു വന്നതിന് ഈ കോൾ കഴിഞ്ഞു, റെഡ്യൂസ് കഴിഞ്ഞ് ഞാൻ ഇങ്ങി വന്നു. ഇപ്പം എ ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്താൽ എന്തായിരിക്കും വാല്യൂ? എയുടെ വാല്യൂ 20 ആണ്, അപ്പോൾ ഇവിടെ 20 ആയിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. കാരണം ഇത് ഗ്ലോബലി ആക്സസിബിൾ ആണ്, ഒരു മെമ്മറി ലൊക്കേഷൻ ആണ്. ഇവിടെ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ എക്കും ബിക്കും സിക്കും ഓരോ മെമ്മറി ലൊക്കേഷൻ അലക്കേറ്റ് ചെയ്യുന്നുണ്ട്. ആ മെമ്മറി ലൊക്കേഷൻ തന്നെയാണ് ഇവിടുന്ന് ആക്സസ് ചെയ്യുന്നത്, ഇവിടുന്ന് ആക്സസ് ചെയ്യുന്നത്. ഓക്കെ, അത് മറക്കരുത്. ഓക്കെ, ഒന്നും കൂടി ഇത് മനസ്സിലാക്കുക. സി, ഇനി ഞാനിവിടെ എക്സ്റ്റേൺ ഡിക്ലറേഷൻ കൊടുത്തു. സോ ഇത് ആക്സസിബിൾ ആവും. സം ഈസ് ഈക്വൽ ടു 100 എനിക്ക് വേണമെങ്കിൽ ഇവിടെ കൊടുക്കാം, ഇത് ആക്സസിബിൾ ആണ്. എ ഈസ് ഈക്വൽ ടു 10. ഓക്കെ, അപ്പം ഇവിടെ ഞാൻ തിരിച്ചു വന്നു. ഞാനിപ്പോൾ ഇവിടെ സമ്മിൻ്റെ വാല്യൂ 100 ആണ്, പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും 100 പ്ലസ് എ ഇൻറ്റു 10. ഓക്കെ, 100 പ്ലസ് എയുടെ വാല്യൂ എത്രയാണ്? 10. 10 ഇൻറ്റു 10 100. 100 പ്ലസ് 100 200. ഓക്കെ, അതായിരിക്കും സമ്മിൻ്റെ വാല്യൂ. എ ഈസ് ഈക്വൽ ടു 20. തിരിച്ചു വന്നപ്പോഴത്തേക്കും എയുടെ വാല്യൂ 20 സമ്മിൻ്റെ വാല്യൂ 200. ഇവിടെ 100 ആയിരുന്നു, ഇവിടെ പോയി വന്നപ്പോഴത്തേക്കും സമ്മിൻ്റെ വാല്യൂ 200 ആയി. കാര്യം ഞാനിവിടെ ഇത് എക്സ്റ്റേണൽ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. അപ്പം ഇത് അതേ മെമ്മറി ലൊക്കേഷൻ തന്നെ റെഫർ ചെയ്ത് ആയിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പിന്നെ ഒരു കാര്യം ഞാൻ സന്ദർഭത്തിൽ ഞാൻ പറയുകയാണ്, നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ഈ ഫംഗ്ഷൻ്റെ ഡിക്ലറേഷൻ കണ്ടോ, പ്രോട്ടോടൈപ്പ്. ആ പ്രോട്ടോടൈപ്പ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത്? മെയിനിന് പുറത്താണ്. നിങ്ങൾ മുന്നേയൊക്കെ ഫംഗ്ഷൻ പഠിച്ചപ്പോഴും എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചിലത് നമ്മളിങ്ങനെ പുറത്ത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ചിലത് മെയിൻ്റെ അകത്ത് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് ശ്രദ്ധിച്ചോന്നറിയില്ല, പക്ഷെ അങ്ങനെ ചെയ്യാം. നമുക്ക് മെയിനിന് പുറത്തും ഡിക്ലെയർ ചെയ്യാം, ഇവിടെയും ചെയ്യാം. ഇതെന്താണ്? ഇത് ഈ പറഞ്ഞതുപോലെ ഗ്ലോബലായിട്ട് ഡിക്ലെയർ ചെയ്യുക. ഓക്കെ, എന്താണ് ഇവിടെ ഞാൻ ഈ ഫംഗ്ഷൻ്റെ അകത്ത്, ഈ മെയിൻ്റെ അകത്താണ് ഞാൻ ഈ വോയിഡ് റെഡ്യൂസ് എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത് എങ്കിൽ ഇവിടെ നിന്ന് മാത്രമേ എനിക്ക് റെഡ്യൂസിനെ കോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അതിൻ്റെ വിസിബിലിറ്റി ഇവിടെ മാത്രമാണ്.
ഇനി ഞാൻ ഇവിടെയാണ് ഞാൻ പിന്നെ റെഡ്യൂസിനെ പ്രോട്ടോടൈപ്പ് ചെയ്യുന്നത് എങ്കിൽ അത് ഗ്ലോബലാണ്. എനിക്ക് എവിടെ നിന്ന് വേണം, ഇവിടെ നിന്ന് എനിക്ക് റെഡ്യൂസിനെ കോൾ ചെയ്യാം. ഓക്കെ, ഇനി താഴോട്ട് എനിക്ക് വേറെയും ഒരു 1-2 ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അവിടെ നിന്നെല്ലാം എനിക്ക് റെഡ്യൂസിനെ കോൾ ചെയ്യാം. അത് ഗ്ലോബലാണ്, എല്ലായിടത്തും അതിന് വിസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഗ്ലോബൽ വേരിയബിൾസ് ആർ വൾണറബിൾ ടു ചേഞ്ച്. അത് അതിൻ്റെ വിസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റയർ പ്രോഗ്രാമാണ്. എന്ന് പറഞ്ഞാൽ എൻ്റയർ എവിടെ നിന്നാണോ ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ താഴോട്ട് വരുന്ന എല്ലാ ഫംഗ്ഷനുകളിലും അത് വിസിബിളാണ്. അപ്പോൾ എവിടുന്ന് വേണമെങ്കിലും അതിനെ ആക്സസ് ചെയ്യാം എന്ന അർത്ഥം. അവിടെ നിന്നെല്ലാം മാറ്റങ്ങൾ വരുത്താം. അപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത റിസൾട്ടുകൾ ചിലപ്പം വരും. അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഈ ഗ്ലോബൽ വേരിയബിൾസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾട്ടറേഷൻ ഇൻ വാല്യൂ ക്യാരിഡ് ഓവർ ടു അതർ പാർട്സ്. നമ്മൾ എവിടെന്നെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ അതെല്ലായിടത്തും എഫക്റ്റ് ചെയ്യും, എല്ലായിടത്തും കിട്ടും. അപ്പം ആ മാറ്റം വരുന്നത് കൊണ്ട്, ആ വാല്യൂവിൽ ആ മാറ്റം വരുന്നത് കൊണ്ട് ഇതിൻ്റെ ഓപ്പറേഷൻസിനെ അത് എഫക്റ്റ് ചെയ്യരുത്. അത് നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പ്രോഗ്രാമിൽ. സോ അൺഎക്സ്പെക്റ്റഡ് ചേഞ്ച് വരാതെ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ റിസൾട്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് സ്റ്റാറ്റിക് വേരിയബിൾ. ഓക്കെ, 2 എണ്ണം നമ്മൾ കണ്ടു, ഓട്ടോമാറ്റിക് വേരിയബിളും എക്സ്റ്റേണൽ വേരിയബിളും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് സ്റ്റാറ്റിക് വേരിയബിൾ. ഇതാണ് ഇൻട്രസ്റ്റിംഗ് ടൈപ്പായിട്ടുള്ള ഒരു വേരിയബിളാണ്. നമുക്ക് നോക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഇവിടെ കീവേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിക് ആണ്, സ്റ്റാറ്റിക്. ഓക്കെ, അപ്പോൾ ഇവിടെയും നമ്മൾ ഓട്ടോമാറ്റിക് വേരിയബിളിൽ ഡിക്ലെയർ ചെയ്യുന്നത് പോലെയാണ്. ഫംഗ്ഷൻ്റെ അകത്താണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതിൻ്റെ സ്കോപ്പും ലൈഫ് ടൈമും ഫംഗ്ഷൻ്റെ അകത്ത് തന്നെയാണ്. ഓക്കെ, സ്കോപ്പും ലൈഫ് ടൈമും ഫംഗ്ഷൻ്റെ അകത്ത് തന്നെ. ഓട്ടോമാറ്റിക് വേരിയബിളിൻ്റെ അതേ സ്കോപ്പും ലൈഫ് ടൈമും. ഓക്കെ, ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നു, സെയിം ആസ് ഓട്ടോമാറ്റിക് വേരിയബിൾ വിത്തിൻ ഫംഗ്ഷൻ. അതാണ് സ്കോപ്പ്. ലൈഫ് ടൈം എന്ന് പറയുന്നത് സ്കോപ്പ് മറ്റേ ഓട്ടോമാറ്റിക് വേരിയബിളിൻ്റെ ലൈഫ് ടൈം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് തന്നെ തീരും. പക്ഷേ സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ അങ്ങനെയല്ല, അതിൻ്റെ ലൈഫ് ടൈം ദ എൻ്റയർ പ്രോഗ്രാമാണ്. ഓക്കെ, എൻ്റയർ പ്രോഗ്രാം, അതാണ് അതിൻ്റെ പെക്യുലാരിറ്റി തന്നെ. ഓക്കെ, നമ്മൾ ആ മെമ്മറി റിലീസ്ഡ് ആവുന്നില്ല. ആ പെർട്ടിക്കുലർ വേരിയബിൾ നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് ഡിക്ലെയർ ചെയ്യുന്നെങ്കിലും ആ ഫംഗ്ഷൻ കോൾ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുമ്പോഴും അതിൻ്റെ മെമ്മറി റിലീസ്ഡ് ആവുന്നില്ല. അത് റീറ്റെയിൻ ചെയ്യും, അതിൻ്റെ വാല്യൂസ് റിറ്റെയിൻ ചെയ്യും. അതാണ് അതിൻ്റെ പെക്യുലാരിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അൺലൈക്ക് ഓട്ടോമാറ്റിക് വേരിയബിൾസ്, ദേ റീറ്റെയിൻ ദെയർ വാല്യൂസ് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം. ഓക്കെ, അത് മറക്കരുത്. ഓട്ടോമാറ്റിക് വേരിയബിളിൽ റീറ്റെയിൻ ചെയ്യുന്നില്ല വാല്യൂസ്. അതിൻ്റെ അകത്തേക്ക് വരുമ്പോഴത്തേക്കും പുതുതായിട്ട് മെമ്മറി ഒരു അലക്കേറ്റ് ചെയ്യും. എന്നിട്ട് ആ ഫംഗ്ഷൻ തീരുമ്പോഴത്തേക്കും ആ മെമ്മറി റിലീസ്ഡായി, അതിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഓക്കെ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആ ഫംഗ്ഷനിലേക്ക് വരുമ്പോഴത്തേക്കും സ്റ്റാറ്റിക് വേരിയബിൾ ക്രിയേറ്റഡ് ആവും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫംഗ്ഷനിൽ നിന്ന് തിരിച്ചു പോകുമ്പോഴും അത് കളയുന്നില്ല. ആ മെമ്മറി അവിടെ തന്നെ ഇരിക്കുക. ഞാൻ തിരിച്ച് പിന്നെയും വരുമ്പോഴത്തേക്കും ആ പഴയ വാല്യൂ അവിടെ തന്നെ ഉണ്ടാവും. അതിനെ നമുക്ക് പിന്നെയും യൂസ് ചെയ്യാം. അതൊരു സ്ട്രെയിഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേരിയബിൾ ടൈപ്പാണ്. ഓക്കെ, സോ ഫംഗ്ഷനിൽ നിന്ന് നമ്മൾ എക്സിറ്റ് ചെയ്താലും എന്നിട്ട് തിരിച്ച് പിന്നീട് വന്നു കഴിഞ്ഞാലും അതിൻ്റെ ഫോർമർ വാല്യൂസ് റീറ്റെയിൻ ചെയ്യും. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ കാണുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, നമുക്ക് ഇതേപോലെ നമ്മളെ ഗ്ലോബൽ വേരിയബിൾസിനെ പോലെയാണ് ഇവിടെയും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇനിഷ്യലൈസ് ചെയ്യും. നമ്മൾ ഇനിഷ്യലൈസേഷൻ നമുക്ക് വേണമെങ്കിൽ സ്റ്റാറ്റിക് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനിഷ്യൽ വാല്യൂ കൊടുക്കാം. ഇനി അഥവാ കൊടുത്തില്ല എങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇനിഷ്യലൈസ് ചെയ്ത് 0 വാല്യൂ ആയിട്ട് ഇനിഷ്യലൈസ്ഡ് ആവും. ഓക്കെ, ഓട്ടോമാറ്റിക് വേരിയബിളിന് അങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെയില്ല. ഓട്ടോമാറ്റിക് വേരിയബിളിന് ഓട്ടോമാറ്റിക് ഇനിഷ്യലൈസേഷൻ ഇല്ല. അത് നമ്മൾ കൊടുത്താൽ മാത്രമേ ഇനീഷ്യലൈസ്ഡ് ആവുള്ളൂ, അല്ലാതെ വിടില്ല. ഓക്കെ, നമുക്ക് ഈ ഓട്ടോമാറ്റിക് വേരിയബിളിൻ്റെയും സ്റ്റാറ്റിക് വേരിയബിളിൻ്റെയും നമ്മുടെ സ്കോപ്പ് നമ്മൾ പറഞ്ഞു ആ ഫംഗ്ഷൻ്റെ അകത്താണെന്ന് പറഞ്ഞു. നമുക്ക് വേണമെങ്കിൽ ഈ ഗ്ലോബൽ വേരിയബിളിൻ്റെ അതേ പേര് ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതുകൊണ്ടും തെറ്റില്ല കേട്ടോ. സ്റ്റാറ്റിക് വേരിയബിളിനും ഓട്ടോമാറ്റിക് വേരിയബിളിനും അതേ പേര് തന്നെ വേണമെങ്കിൽ കൊടുക്കാം. എപ്പോഴും ലോക്കൽ ആയിട്ടുള്ള വേരിയബിളിനായിരിക്കും വാലിഡിറ്റി കൂടുതൽ. അപ്പം നമ്മൾ ഫംഗ്ഷൻ്റെ അകത്ത് നിന്ന് ഒരു വേരിയബിളിനെ യൂസ് ചെയ്താൽ ആ വേരിയബിൾ ലോക്കലായിട്ടും ഉണ്ട് ഗ്ലോബലായിട്ടും ഉണ്ട് എങ്കിൽ ലോക്കലായിട്ടുള്ള വേരിയബിൾ ആയിരിക്കും എടുക്കുക. ഓക്കെ, അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ലോക്കൽ വേരിയബിളിനാണ് പ്രിസിഡൻസ്. അപ്പം ഗ്ലോബൽ വേരിയബിളിനെ അത് എഫക്റ്റ് ചെയ്യത്തില്ല. നമുക്കതൊരു എക്സാമ്പിൾ നോക്കാം. സി,
ഞാനിവിടെ ഗ്ലോബൽ വേരിയബിളിനെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10. അതിൻ്റെ പൊസിഷൻ വെച്ച് ഇത് ഗ്ലോബൽ ആണ് എന്നുള്ളത് നമുക്കറിയാം. എയുടെ വാല്യൂ 10 ആണ്. ഇനി മെയിൻ ഫംഗ്ഷനിൽ നിന്നിട്ട് ഇൻറ്റ് എ എന്ന് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്താൽ അത് ലോക്കലായി അല്ലേ, ഇത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആണ്. ഇത് ഞാൻ ഇവിടെ ഡിക്ലെയർ ചെയ്യുന്നു, ഇതിവിടെ തന്നെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ലോക്കൽ എ ഈസ് വാലിഡ് ഹിയർ. അപ്പം എ നമുക്കിവിടെ യൂസ് ചെയ്യാം. എ ഈസ് ഈക്വൽ ടു 100 എന്ന് പറഞ്ഞാൽ അപ്പോൾ എ ഇവിടെയും ഉണ്ട്, എ ഇവിടെയും ഉണ്ട്. അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് ഗ്ലോബലാണ്, ഇത് ലോക്കലാണ്. അപ്പം ഞാൻ ഇവിടെ എ എന്ന് ഉപയോഗിക്കുമ്പോൾ ഗ്ലോബൽ എടുക്കുമോ ലോക്കൽ എടുക്കുമോ? ലോക്കൽ എടുക്കും. അതാണ് നമ്മൾ പറഞ്ഞത്. ലോക്കൽ എ ആണ് ഇവിടെ വാലിഡ്. അപ്പം എ ഞാൻ 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ആണ് 100 ആക്കുന്നത്. ഓക്കെ, സോ ഇവിടെ എ ഇസ് ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ അതാണ് ഒരു മെമ്മറി അലക്കേറ്റ് ചെയ്തു, എന്നിട്ട് അവിടെ 10 എന്നുള്ളത് സേവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും ഇൻ എ എന്ന് പറയുമ്പോഴത്തേക്കും അതിന് വേറൊരു മെമ്മറി അലക്കേറ്റ് ചെയ്യുന്നു, എന്നിട്ട് അവിടെ ആണ് നമ്മൾ ഈ എ ഇസ് ഈക്വൽ ടു 100 എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. സോ ദിസ് മെമ്മറി ഈസ് എൻറ്റയർലി ഡിഫറെൻറ്റ് ഫ്രം ദിസ് മെമ്മറി. രണ്ടും രണ്ടാണ്. ഓക്കെ, ഇനി ഞാനിവിടെ വോയിഡ് ടെസ്റ്റ്, ഞാനിവിടെ ഇൻറ്റ് കെ എന്ത് വേരിയബിളാണ്? ഓട്ടോമാറ്റിക് വേരിയബിളാണ്. ഓക്കെ, ഇവിടെ മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. കെ ഈസ് ഈക്വൽ ടു എ ഇൻറ്റു 10. ഇത് ഏത് എ ആണ്? ഇ എ ആണോ ഇ എ ആണ്? ഇ എന്ന് പറഞ്ഞാൽ ലോക്കലാണ്, ഇവിടെ മാത്രമേ വാലിഡിറ്റി ഉള്ളൂ. ഇതാണ് ഗ്ലോബൽ. അപ്പോൾ ഇതായിരിക്കും ഇവിടെ ആക്സസ് ചെയ്യുന്നത്. അപ്പോൾ 10 ആണ്, 10 ഇൻറ്റു 10. ഓക്കെ, 100. കെയിൽ 100 ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. വേറൊരു എക്സാമ്പിൾ നേരത്തെ നമ്മൾ ആ ഒരു റീയൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ കേസ് പറഞ്ഞാൽ സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കുക, ഞാനൊരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. സ്റ്റാറ്റിക് ഫൺ എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ എഴുതിയിട്ടുണ്ട്. സ്റ്റാറ്റിക് ഫൺ അല്ല, ഇത് EST ഫൺ ആണ്. ഓക്കെ, EST ഫൺ. ഓക്കെ, EST ഫൺ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, പ്രോട്ടോടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ആ ഫംഗ്ഷൻ ഞാൻ ഇവിടെ 2 പ്രാവശ്യം മെയിൻലി ഞാൻ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി EST ഫണ്ണിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഞാനൊരു സ്റ്റാറ്റിക് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. സ്റ്റാറ്റിക് ഇൻറ്റ് കെ. ഓക്കെ, സ്റ്റാറ്റിക് ആണ് കീവേഡ്. അപ്പോൾ സ്റ്റാറ്റിക് ഇൻറ്റ് കെ എന്ന് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ് വേണമെങ്കിൽ ഇനിഷ്യലൈസ് ചെയ്യാം. ഇനിഷ്യലൈസ് ചെയ്തില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ ബി ഇനീഷ്യലൈസ്ഡ് ടു 0 എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം കെയുടെ വാല്യൂ എന്താണ്? ഇത് കഴിയുമ്പോഴത്തേക്കും 0 ആവും, ഇനീഷ്യലൈസ് ചെയ്യും. ഇനി ഞാൻ കെയുടെ വാല്യൂ ഇവിടെ പ്രിൻറ്റ് ചെയ്യുന്നു. കെയുടെ വാല്യൂ 2 ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. കെ ഈസ് ഈക്വൽ ടു കെ പ്ലസ് 2. ഓക്കെ, കെ ഈസ് ഈക്വൽ ടു കെ പ്ലസ് 2. ഇനി ഞാൻ പിന്നെയും കെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. അതാണ് എൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ 2 പ്രാവശ്യം ഞാനിവിടെ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. നോക്കാം നമുക്ക്. സാധാരണഗതിയിൽ നമ്മളിത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓട്ടോമാറ്റിക് വേരിയബിൾ ആണെങ്കിൽ ഇത് വിളിക്കുമ്പോൾ കെ ഇനിഷ്യലൈസ് ചെയ്യുന്നു, പ്രിൻറ്റ് ചെയ്യുമ്പോൾ ഗാർബേജ് വാല്യൂ ആയിരിക്കും വരുന്നത്. ഓക്കെ, കാര്യം ഇനിഷ്യലൈസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ ഗാർബേജ് വാല്യൂ ആയിരിക്കും. ഇവിടെ ഞാൻ പറയുന്നത് ഓട്ടോമാറ്റിക് വേരിയബിൾ ആണെങ്കിലാണ്. ഇവിടെ ഈ സ്റ്റാറ്റിക് കൊടുത്തില്ലായിരുന്നുവെങ്കിൽ സാധാരണഗതിയിൽ അപ്പം ഇവിടെ ഗാർബേജ് വാല്യൂ വരും. അതിൻ്റെ കൂടെ ആയിരിക്കും ഇവിടെ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതും ആ വാല്യൂ വരുന്നതും. ഇത് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പോവുകയും ചെയ്തു. അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്കും സിമിലർലി പുതിയൊരു മെമ്മറി അലൊക്കേഷൻ ചെയ്യും. അങ്ങനെയാണ് സംഭവിക്കുക. പക്ഷേ സ്റ്റാറ്റിക്കിൻ്റെ കേസിൽ ഡിഫറൻ്റ് ആണ് എന്ന് പറയാൻ കാര്യം, ഇവിടെ ഞാൻ ഇത് ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഇവിടെ വരുമ്പോഴത്തേക്കും സ്റ്റാറ്റിക്കിൻ്റെ ഒരു ഇനിഷ്യലൈസേഷൻ വന്നു, ഡിക്ലറേഷൻ വന്നു. അപ്പോൾ അതിന് മെമ്മറി അലൊക്കേറ്റ് ചെയ്തു. ആ കെക്ക് 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. ഓക്കെ, 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തു. കെ പ്രിൻറ്റ് ചെയ്യുന്നു. എന്തായിരിക്കും വാല്യൂ? 0. അത് പ്രിൻറ്റ് ചെയ്തു. കെ 2 ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ കെയുടെ വാല്യൂ ഇപ്പോൾ എത്രയായി? 2 അല്ലേ? ഇനി ഞാൻ കെയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യുന്നു. എത്രയായി? 2. അപ്പം 0 പ്രിൻറ്റ് ചെയ്തു, 2 പ്രിൻറ്റ് ചെയ്തു. ഞാൻ പിന്നെയും തിരിച്ചു പോയപ്പോഴത്തേക്കും പിന്നെയും കോൾ വന്നു, പിന്നെയും ഇങ്ങോട്ടേക്ക് പോകും. പിന്നെയും ഇവിടെ സ്റ്റാറ്റിക് ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കിടപ്പുണ്ട്. അപ്പം ഇനി പുതിയൊരു മെമ്മറി അലൊക്കേറ്റ് ചെയ്യില്ല, അതേ മെമ്മറിയെ തന്നെയായിരിക്കും റെഫർ ചെയ്യുക. അതിൻ്റെ അകത്ത് എന്താ വാല്യൂ ഉള്ളത്? 2 ആണ് ഓൾറെഡി കിടക്കുന്നത്. ആ 2 അവിടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും വരിക? 2 പ്രിൻറ്റ് ചെയ്യും. പിന്നെ അതിൻ്റെ കൂടെ 2 ആഡ് ചെയ്യുന്നു. അപ്പോൾ 4 ആയി. 4നെ പ്രിൻറ്റ് ചെയ്യുന്നു. സോ ദ വാല്യൂസ് പ്രിൻറ്റഡ് ആർ 0, 2, 2, 4. ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, അതിൻ്റെ ഒരു ഫ്ലോ മനസ്സിലാക്കുക. ഓക്കെ, ഹോപ്പ് യു ആർ ക്ലിയർ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റാറ്റിക് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇവിടെ വേറൊരു എക്സാമ്പിൾ,
എത്ര പ്രാവശ്യം നമുക്ക് ഈ സ്റ്റാറ്റിക്കിൻ്റെ പ്രോപ്പർട്ടി നമുക്ക് വേണമെങ്കിൽ എത്ര പ്രാവശ്യം ഫംഗ്ഷൻ യൂസ് ചെയ്തു എന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നോക്കിക്കേ എങ്ങനെയാണെന്ന്. ഞാൻ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തു. ഇനി ഞാൻ മെയിനിൽ നിന്നിട്ട് 3 പ്രാവശ്യം ഈ ഫംഗ്ഷനെ കോൾ ചെയ്തു. ഓക്കെ, അപ്പോൾ ഞാൻ ഫംഗ്ഷൻ്റെ അകത്ത് സ്റ്റാറ്റിക് വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. കെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു. ഫംഗ്ഷൻ ഇൻവൊക്കേഷൻ നമ്പർ ഞാൻ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കെയുടെ വാല്യൂ ഞാൻ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നോക്കിയേ, ഫസ്റ്റ് ഫംഗ്ഷൻ ആദ്യത്തെ പ്രാവശ്യം st_fun വിളിക്കുമ്പോൾ കെക്ക് മെമ്മറി അലക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് 0 ഇനിഷ്യലൈസ് ചെയ്യും അല്ലേ, നമ്മുടെ തിയറി പ്രകാരം 0 ഇനിഷ്യലൈസ് ചെയ്യും. കെ ഇൻക്രിമെൻ്റ് ചെയ്തു. അപ്പോൾ കെയുടെ വാല്യൂ 1 ആയി. ഫംഗ്ഷൻ ഇൻവൊക്കേഷൻ നമ്പർ 1. പിന്നെ പോയി തിരിച്ചു പോയി ഇവിടെ വന്നപ്പോഴത്തേക്ക് അടുത്ത കോൾ വന്നു, ഡിക്ലെയർ ചെയ്തു. ഇപ്പോൾ ഓൾറെഡി സ്റ്റാറ്റിക് വേരിയബിൾ ആയതുകൊണ്ട് സെയിം മെമ്മറി തന്നെ റെഫർ ചെയ്യും. അതിൻ്റെ അകത്ത് എന്താ വാല്യൂ ഉള്ളത്? 1 കിടപ്പുണ്ട്. കെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, 2 ആയി. ഫംഗ്ഷൻ ഇൻവൊക്കേഷൻ നമ്പർ 2. പിന്നെയും പോയി തിരിച്ചു വന്ന് അടുത്ത കോൾ വരും, പിന്നെയും വന്നു സ്റ്റാറ്റിക് ഡിക്ലറേഷൻ. അപ്പോൾ സെയിം മെമ്മറി തന്നെ റെഫർ ചെയ്യും. അതിൻ്റെ അകത്ത് എത്ര വാല്യൂ കിടക്കുന്നു? 2. കെ ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, കെ 3 ആയി. ഫംഗ്ഷൻ ഇൻവൊക്കേഷൻ നമ്പർ 3. ഇപ്പോൾ എത്ര കോളായി? മൊത്തം 3 ആയി. നമുക്ക് കിട്ടിയില്ലേ? ആ സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ആ മെമ്മറി പോയി പുതുതായിട്ട് വരികയല്ലേ ചെയ്യുക. ഇത് പഴയ വാല്യൂ അവിടെ കിടക്കുന്നത് കൊണ്ട് നമുക്ക് പിന്നെയും അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നു. ഓക്കെ, സോ ദിസ് വിൽ ബി ദ ഔട്ട്പുട്ട് 1 2 3. അപ്പോൾ സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ ആ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. ഓക്കെ, മനസ്സിലാക്കുക. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നമ്മളിപ്പോൾ 3 കണ്ടു. ഓട്ടോമാറ്റിക് വേരിയബിൾ, ഗ്ലോബൽ വേരിയബിൾ അഥവാ എക്സ്റ്റേണൽ വേരിയബിൾ, തേർഡ് സ്റ്റാറ്റിക് വേരിയബിൾ, ഇനി രജിസ്റ്റർ വേരിയബിൾ. ഓക്കെ, സോ വാട്ട് ആർ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രജിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലേ? രജിസ്റ്റേഴ്സ് ഒക്കെ നമ്മൾ ആ തിയറിയിൽ ആദ്യം പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് രജിസ്റ്റേഴ്സ് എന്നൊക്കെയുള്ളത് പഠിച്ചിട്ടുള്ളതാണ്. ശരിക്കും ലോ ലെവൽ പ്രോഗ്രാമിങ്ങിന് യൂസ് ചെയ്യുന്ന 3 ഫീച്ചേഴ്സാണ് സിയിലുള്ളത്. 1 രജിസ്റ്റർ വേരിയബിൾസ് ആണ്. 2 പിന്നെ ബിറ്റ് വൈസ് ഓപ്പറേഷൻസ്, 3 ബിറ്റ് ഫീൽഡ്സ്. ഈ 3 ലോ ലെവൽ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് നമ്മൾ ലെസ് ദാൻ ഗ്രേറ്റർ, ബിറ്റ് വൈസ് ബിറ്റ് വൈസ് ഓർ, ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് നോട്ട്, ബിറ്റ് വൈസ് എക്സോർ, ബിറ്റ് വൈസ് ലെഫ്റ്റ് ഷിഫ്റ്റ്, ബിറ്റ് വൈസ് റൈറ്റ് ഷിഫ്റ്റ് ഒക്കെ പഠിച്ചിട്ടില്ല. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് ഉള്ളതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിറ്റ് ഫീൽഡ്സ് എന്ന് പറഞ്ഞുകൊണ്ട്, അതും ഇൻട്രസ്റ്റ് ഉള്ളവർ നിങ്ങൾ എക്സ്ട്രാ ആയിട്ട് പഠിക്കുക. ഓക്കെ, ദെൻ അപ്പോൾ രജിസ്റ്റർ വേരിയബിൾസും ലോ ലെവൽ പ്രോഗ്രാമിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വാട്ട് ആർ രജിസ്റ്റേഴ്സ്? അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്താണ്? ഫാസ്റ്റ് ആയിട്ട് ഫാസ്റ്റസ്റ്റ് മെമ്മറിയാണ് അല്ലേ? നമ്മൾ ആ ഒരു പിരമിഡിൽ നമ്മൾ പഠിച്ചതല്ലേ, നമ്മൾ അതിൻ്റെ ഹൈറാർക്കി നമ്മൾ പഠിച്ചതാണ്. രജിസ്റ്ററാണ് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത്. ഓക്കെ, സോ സ്പെഷ്യൽ സ്റ്റോറേജ് ഏരിയാസ് ഇൻ സി പി യുവിലുള്ള സ്പെഷ്യൽ സ്റ്റോറേജ് ഏരിയാസ് ആണ്. ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാം, മെമ്മറിയെ ഫാസ്റ്റായിട്ട് ആക്സസ് ചെയ്യാം. അരിത്തമാറ്റിക് ലോജിക്കൽ ഓപ്പറേഷൻസ് ഈ രജിസ്റ്റേഴ്സിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. എക്സിക്യൂഷൻ ടൈം കുറയ്ക്കുന്നു. കാര്യം ഫാസ്റ്റ് ആക്സസ് ആയതുകൊണ്ട് തന്നെ എക്സിക്യൂഷൻ ടൈം റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ സിസ്റ്റം മെമ്മറി പോയി എടുത്തുകൊണ്ട് വരാനാണെങ്കിൽ അത്രയും സമയം എടുക്കും. അതിന് ക്യാഷെക്കാട്ടിയും സ്പീഡുള്ള സംഭവം രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റേഴ്സിൽ നിന്ന് പെട്ടെന്ന് ആക്സസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അതിൻ്റെ അകത്താണ് വെക്കുക. അതിൻ്റെ ഓപ്പറാൻസിൻ്റെ വാല്യൂസും ഒക്കെ ഈ രജിസ്റ്റേഴ്സ് വെച്ചിട്ടുള്ളതാണ് അത് അരിത്തമാറ്റിക് ഓപ്പറേഷൻസ് നടക്കുന്നത്. അരിത്തമാറ്റിക് ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ് ഈ രജിസ്റ്റേഴ്സിൽ ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ളതാണ്. അതൊക്കെ ഒന്ന് റെഫർ ചെയ്യും. ഓക്കെ, ഇവിടെ അതിന് പ്രസക്തിയില്ല, ഞാൻ പറഞ്ഞു എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, സോ ഇവിടെ കീവേഡ് യൂസ് ചെയ്യുന്ന രജിസ്റ്റർ ആണെന്ന് നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇതിൻ്റെ വാല്യൂസ് നമ്മൾ ഇങ്ങനെ ഡിക്ലെയർ ചെയ്താൽ, രജിസ്റ്റർ എന്ന് പറഞ്ഞ് കീവേഡ് വെച്ചിട്ട് നമ്മൾ രജിസ്റ്റർ ഡിക്ലെയർ ചെയ്താൽ, നമ്മൾ ഓട്ടോമാറ്റിക്കിന് ഓട്ടോ കീവേഡ് യൂസ് ചെയ്തു, എക്സ്റ്റേണൽ യൂസ് ചെയ്തു, സ്റ്റാറ്റിക്കിന് യൂസ് ചെയ്തു. ഇനി രജിസ്റ്റർ കീവേഡ് യൂസ് ചെയ്ത് നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂസിനെ രജിസ്റ്റേഴ്സിലായിരിക്കും സ്റ്റോർ ചെയ്യുക. ക്ലിയർ? ഓക്കെ, സോ പക്ഷേ നമുക്കറിയാം രജിസ്റ്റേഴ്സ് വളരെ കുറച്ച് രജിസ്റ്റേഴ്സേ നമ്മുടെ കമ്പ്യൂട്ടറിലുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് രജിസ്റ്റേഴ്സ് കിട്ടിക്കൊള്ളുന്നില്ല. നമ്മൾ രജിസ്റ്ററിൽ ഉപയോഗിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫ്രീ ആവണ്ടേ? രജിസ്റ്റർ ഫ്രീ ആണെങ്കിൽ മാത്രമേ അതിന് യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ രജിസ്റ്ററിന് ഡിക്ലെയർ ചെയ്യാം, അതിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് അത് രജിസ്റ്റർ വേരിയബിൾ ആയിട്ട് രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യും. അങ്ങനെയാണെങ്കിൽ അത് രജിസ്റ്റർ വേരിയബിൾ ആവും. അതല്ല എങ്കിൽ അത് നോർമൽ ഓട്ടോമാറ്റിക് വേരിയബിൾ ആയിട്ട് അതെടുത്ത് മുന്നോട്ട് പോകും. ഓക്കെ, അതാണ് രജിസ്റ്റർ വേരിയബിൾസ്.
അതിൻ്റെ സ്കോപ്പ് ഈ ഓട്ടോമാറ്റിക് വേരിയബിൾ കണക്കാണ്, സ്കോപ്പും ലൈഫ് ടൈമും രജിസ്റ്റർ വേരിയബിൾസിന് കണക്കാണ്. ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ബ്ലോക്ക് ആയിരിക്കും അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നതും ലൈഫ് ടൈം എന്ന് പറയുന്നതും. ഓക്കെ, സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ രജിസ്റ്റേഴ്സിന് ബാധകമാണ്. എക്സെപ്റ്റ് ദാറ്റ് ഇതിൻ്റെ അഡ്രസ്സ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സാധാരണ വേരിയബിൾസിൻ്റെ നമ്മൾ സ്കാനഫ് ഒക്കെ കൊടുക്കുമ്പോൾ ആംപർസെൻ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാറില്ലേ, അതിൻ്റെ ഇത് ആണ് ചെയ്യുന്നത്. പക്ഷേ പോയിന്റേഴ്സിലാണ് കൂടുതലായിട്ട് അഡ്രസ്സിൻ്റെ യൂസേജ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഈ രജിസ്റ്റേഴ്സിൻ്റെ. ഓക്കെ, അഡ്രസ്സ് നമുക്ക് എടുത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, സോ അതിൻ്റെ ഡിക്ലറേഷൻ്റെ എക്സാമ്പിൾ കണ്ടോ, രജിസ്റ്റർ ഇൻ ABC. അപ്പോൾ നമ്മളിവിടെ ഒന്നും കൊടുത്തില്ലായിരുന്നെങ്കിൽ അത് ഓട്ടോമാറ്റിക് ആയേനെ, സ്റ്റാറ്റിക് കൊടുത്തായിരുന്നെങ്കിൽ സ്റ്റാറ്റിക് വേരിയബിൾ ആയേനെ. ഓക്കെ, ഇവിടെ രജിസ്റ്റർ എന്ന് കൊടുത്തപ്പോൾ അത് രജിസ്റ്റർ വേരിയബിൾസ് ആയി. എപ്പോൾ രജിസ്റ്റർ അവൈലബിൾ ആണെന്നെങ്കിൽ കൂടി. ഓക്കെ, ABC അതിന് യൂസ് ചെയ്യാൻ 3 രജിസ്റ്റേഴ്സ് അവൈലബിൾ ആണ്, അതിന് പോസിബിൾ ആണെങ്കിൽ അത് രജിസ്റ്റർ വേരിയബിൾ ആയിട്ട് ട്രീറ്റ് ചെയ്യും. അതല്ല എങ്കിൽ ഓട്ടോമാറ്റിക് വേരിയബിൾ ആയിട്ടായിരിക്കും ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഇതൊക്കെയാണ് നമ്മുടെ സ്റ്റോറേജ് ക്ലാസ്സസ്. പഠിക്കുക, മനസ്സിലാക്കുക. ഇനി ഇവിടെ നമുക്ക് നിങ്ങൾക്ക് ഒരു എക്സസൈസ് ആണ്, ഇതിൻ്റെ ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുക. ഓക്കെ, ഒരു എക്സാമ്പിൾ, ദിസ് ഈസ് അനദർ എക്സാമ്പിൾ. ഇതിൻ്റെയും ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുക, ഏതൊക്കെ ടൈപ്പ് വേരിയബിൾസ് ആണെന്ന് നോക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെയും ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുക, ഏതൊക്കെ ടൈപ്പ് വേരിയബിൾസ് ആണ് എന്നുള്ളത് നോക്കുക. അനദർ വൺ, ഔട്ട്പുട്ട് പ്രെഡിക്റ്റ് ചെയ്യുക.